നമ്മള് EMS ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് പോവാണ്. അപ്പോ ഇവിടെ ഇപ്പോ ഏത് സമയവും ഇവിടെ തിരക്കന്നെയാവും. രോഗികളും ആശുപത്രിയിലെ ജീവനക്കാരും എല്ലാരും പാടെ എന്താ പറയാ, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ EMS ഹോസ്പിറ്റലില്. EMS എന്ന് മാത്രമല്ല, പെരിന്തൽമണ്ണയും കൂടി പറയാം. അപ്പോ ഈ റോഡൊക്കെ നിങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ പരമാവധി വാഹനങ്ങൾ വരുന്നുണ്ടോ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാം. അവിടെ വാഹനങ്ങൾ തട്ടിയിട്ടോ ഇല്ലെങ്കിൽ തട്ടാതിരിക്കട്ടെ, പക്ഷെ പറയാൻ പറ്റില്ല നമ്മുടെ അവസ്ഥ എപ്പോഴാണ്, എങ്ങനെയാണ് സാഹചര്യം എങ്ങനെയാണ് മാറുകയെന്ന് നമുക്കൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അവിടെ തീവണ്ടി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തീവണ്ടി വരുമ്പോൾ നമ്മൾ ട്രാക്കിലേക്ക് എന്തായാലും ഇറങ്ങി നിൽക്കില്ലല്ലോ. അതേപോലത്തെ ഒരു സാഹചര്യം കൂടി വരുത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോൾ ആർക്കും അപകടം വരാനോ അപകടത്തിൽ പെടുത്താനോ നമുക്ക് പിന്നെ ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ പരമാവധി നിങ്ങൾ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക, അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു പെൺകുട്ടി, 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇന്ന് നല്ല കേട്ടോ, 2-3 ദിവസം ആയി ആ സംഭവം നടന്നിട്ട്. അത് ഇലക്ഷന്റെ സമയത്ത് ആളുകൾ കൊട്ടിക്കലാശം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അജ്ഞാത മൃതദേഹം കിടക്കണ കണ്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ശരിക്കും അതിലുണ്ടായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ കുട്ടിക്ക് വേറൊരു ബന്ധം കൂടി ഉണ്ടായിരുന്നു. അതായത് ഞാൻ അന്ന് പറഞ്ഞ പോലെ താൻ സുഹൃത്ത് എന്ന് പറയുന്ന, അതായത് നാട്ടിലെ ഒരു വ്യക്തിയുമായിട്ട് ഈ കുട്ടിക്ക് അടുപ്പുണ്ടായിരുന്നു. അതേ മാത്രമല്ല, ബാംഗ്ലൂരിൽ വെച്ചിട്ട് മറ്റൊരു ആളുമായിട്ട് ഈ കുട്ടിക്ക് ബന്ധമുണ്ടായിരുന്നോ എന്നറിയാൻ കഴിയില്ല. പക്ഷെ മൊബൈൽ ഫോണ് പരിശോധിച്ചപ്പോ ആ മറ്റൊരാളുമായി നിൽക്കുന്ന ഫോട്ടോകൾ കണ്ടപ്പോ ഇയാൾക്ക് ഈ നാട്ടിലുള്ള ആൾക്ക് ഭയങ്കര ഇറിറ്റേഷനായി. അപ്പോ അതുകൊണ്ട് ആ കുട്ടി എന്നെ വിട്ടു പോകും എന്നുള്ള ഒരു സംശയം കൊണ്ട് കൊന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരിക്കും അവിടെ ഉണ്ടായ അല്ലെങ്കിൽ ആ സമയത്തുണ്ടായ മോട്ടിവേഷൻ എന്താണെന്ന് അറിയില്ലല്ലോ. കാരണം ഇപ്പോ കൂടുതലും ഈ പ്രണയത്തിന്റെ, ഒന്നാമത്തത് ഈ ലഹരിയാണ് മെയിനായിട്ട് വരുന്നത്. കാരണം അതിപ്പോ വീട്ടിലത്തെ അവസ്ഥ എന്താണ്, വീട്ടുകാരുടെ അവസ്ഥ എന്താണെന്നൊന്നും അറിയാതെയാണ് ഇവര് പോയിട്ട് ഓരോ വലയിൽ പോയി ചാടുന്നത്. പല രീതിയിലുണ്ട് കേട്ടോ. അപ്പോ ഇതിപ്പോ നല്ല രീതി ആയിരിക്കാനുള്ള ചാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് എന്തായാലും ഈ പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ 1, 2, 3 ആളുകൾ ഉണ്ടാവും. അത് കാമുകനാകാം, അല്ലെങ്കിൽ ആൺ സുഹൃത്താവാം, അല്ലെങ്കിൽ മറ്റെന്ത് രീതിയിലാവാം. അപ്പൊ പരമാവധി പെൺകുട്ടികൾ എന്നല്ല പുരുഷന്മാരുണ്ട്. അത് വീട്ടിലത്തെ അവസ്ഥ എന്താന്ന് അറിയാതെയാണല്ലോ ഇവര് സാധാരണ പഠിക്കാൻ പോവുക. അപ്പോ ഇങ്ങനെയൊക്കെ ആകുമ്പോ വീട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് പുറത്ത് പഠിക്കാൻ പോണ്ട എന്നല്ല ഇത് അർത്ഥട്ടോ. പക്ഷെ നമ്മൾ എന്തിനാണോ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോണത്, പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ബോധം കൂടി ഈ പോകുന്ന ആൾക്കാർക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങളെ ഏതെങ്കിലും ഒരാള്, അതിപ്പോ ഏത് സാഹചര്യത്തിലായിരിക്കാം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മള് ലക്ഷ്യമാണ് വലുത്. അപ്പോ നമ്മള് മാർഗം മറ്റെന്തോ ആയിക്കോട്ടെ, നമുക്ക് പരമാവധി നമ്മൾ ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നേറാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോ ഇത് നമ്മുടെ നാട്ടില് ഇങ്ങനെ നടക്കുന്നത് ചെറിയൊരു വിഷയം മാത്രമല്ല, ഇപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കേണ്ടത്. പക്ഷെ ആരും ഇനിയിപ്പോ കൊലപാതകത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നൊന്നും അറിയാൻ കഴിയില്ല കേട്ടോ. അതിപ്പോ ആള് മിസ്സിംഗ് ആയാൽ മാത്രമല്ലേ നമ്മൾ അന്വേഷിക്കാൻ പോവാ. അപ്പൊ അതേപോലത്തെ ഒരു പ്രതിസന്ധി മാത്രം. തീർച്ചയായിട്ടും എന്തായാലും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. അപ്പൊ നിങ്ങൾ പരമാവധി റോഡിലെ പോലെ തന്നെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക.
എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ. അപ്പോ ഇനിയിപ്പോ നമ്മൾ വേറൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ ഇന്നത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളങ്ങനെ കരിങ്കല്ലത്താണി കഴിഞ്ഞു, 53-ാം മൈല് കഴിഞ്ഞു. ഇനി നേരെ ആര്യമ്പാവ് എത്താറായി. അപ്പോ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ പാലക്കാട് ജില്ലയിൽ നാളെ വോട്ടിന്റെ ഒരു ആരംഭമാണ്. അപ്പോ പ്രധാനമായിട്ടും ആളുകള് പാലക്കാടത്തെ MLA എവിടെയെന്നാണ് ചോദിക്കുക. പാലക്കാടിലെ രാഹുൽ മാങ്കൂട്ടം എവിടെ പോയി? കാരണം 12-13 ദിവസം, ഇന്നേക്ക് 14 ദിവസത്തോളമായി മൂപ്പര് മിസ്സിംഗ് ആയിട്ട്. പോലീസ് അന്വേഷിച്ചു, കർണാടകയിലുണ്ട്, റിസോർട്ടിലുണ്ട്, ഓരോ ഭാഗത്തും ഉണ്ട് 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 എന്ന് പറയാന്നല്ലാതെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായ ധാരണ പോലുമില്ല. അപ്പൊ മാപ്രകള് വല്ലാണ്ട് ബുദ്ധിമുട്ടിനോ. ഇനിയിപ്പോ നാളെ രാഹുൽ മാങ്കൂട്ടം വോട്ട് ചെയ്യാൻ പാലക്കാട്ടിൽ എന്തായാലും വരണം. കാരണം ഒരു പൗരന്റെ അവകാശമാണ് ഒരു വോട്ട് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചിട്ടായിരിക്കും ഇനി കൂടുതൽ ചർച്ചകൾ വരിക. കാരണം ബലാത്സംഗ കേസില് പ്രതിയാണ്. അങ്ങനെയാണ് മാപ്രക്കാര് വളച്ചൊടിച്ചിട്ട് അവര് വാർത്ത ഉണ്ടാക്കണേ. വാർത്താ ദാരിദ്ര്യം എന്നും കൂടി പറയാം. വേറെ എന്തൊക്കെ കാര്യങ്ങള് നമ്മുടെ കേരളത്തിന് ഇനിയിപ്പോ പുതിയ ഭരണം വരികയാണെങ്കിൽ ഈ ഭരണത്തിന് വേണ്ട ആൾക്കാർക്ക് വേണ്ട നിർദ്ദേശം, എന്തൊക്കെ കാര്യങ്ങള്, എന്തൊക്കെ അവലോകനങ്ങൾ ചർച്ച ചെയ്യാണ്ട്, ഇതൊന്നും ചർച്ച ചെയ്യാതെ ഈ മാധ്യമങ്ങള് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി കുത്തിപ്പൊക്കാണ്. രാഹുൽ മാങ്കൂട്ടം വരാതിരിക്കേ, വോട്ട് ചെയ്യാതിരിക്കേ എന്തോ അത് അറിയേണ്ട കടമ ജനങ്ങൾക്കുണ്ട്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്യാതിരിക്കുമ്പോൾ അത് വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് തന്നെയാണ് പോവുക. എന്തായാലും ഞാൻ ഈ പെരിന്തൽമണ്ണ യാത്രയിൽ ഞാൻ എപ്പോഴും ഇവിടെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയിൽ ഞാൻ പൈസ വഴിപാടായിട്ട് എപ്പോഴും പോകുമ്പോഴോ വരുമ്പോഴോ ഇടാറുണ്ട്. അപ്പോൾ നമ്മളെ ശീലം നമ്മൾ മുടക്കരുത്. അതായത് നമ്മള് നേർച്ച ഇട്ട് കഴിഞ്ഞാല് പകുതി പടച്ചോൻ നോക്കും. പടച്ചോൻ നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ആരാ ഉള്ളത്? അപ്പോ വീണ്ടും പറയണത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മളീ ഇനിയിപ്പോ റോങ് സൈഡ് കേറിന്ന് വെക്കാം. ഈ റോങ് സൈഡ് കേറിയാല് നമ്മള് എന്തായാലും ആ സൈഡിലേക്ക് പോകണം. അപ്പൊ നമ്മള് വാഹനങ്ങള് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. സുഹൃത്തുക്കളോട് ഞാൻ പിന്നെയും പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ദിവസവും ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് രണ്ട് വശവും നോക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനായിട്ട് പോയി കഴിഞ്ഞാല് പിന്നെ ആ ഇഷ്ടത്തിന് നമുക്ക് കാണാന് ആൾക്കാരുണ്ടാവില്ല. അത് നമ്മൾ കാണൂല, പക്ഷെ അവര് വന്ന് നമ്മളെ കണ്ടുപോകും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആകുമ്പോ റോഡില് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക തന്നെ വേണം. അതിപ്പോ എന്ത് അവസ്ഥയായാലും, എത്ര അർജന്റ് ആയാലും, ഇനിയിപ്പോ അത്രയും അർജന്റിൽ പോവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാ ഞാൻ ശ്രദ്ധക്കുറവുണ്ട്, ഒരുപാട് അപകടങ്ങൾ വരുന്നുണ്ട് ചെറിയ തട്ടലും മുട്ടലുമായിട്ട്. പക്ഷെ സ്പീഡിൽ പോകുമ്പോ അതിനനുസരിച്ചിട്ടുള്ള കാഴ്ച കൂടി നിങ്ങൾക്ക് മുന്നിൽ കിട്ടണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ നിങ്ങളൊരു 65-70 പോവാന്ന് വിചാരിക്കാം. നിങ്ങളുടെ കണ്ണുകള് ശരിക്കും 100 മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അവിടെ നിങ്ങള് പല കാഴ്ചകളും കാണുന്നുണ്ടായിരിക്കാം, നല്ലതും വേണ്ടാത്തതും ഒക്കെ കാണുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിനൊന്നും നിങ്ങൾ കണ്ണു കൊടുക്കാതെ മുന്നോട്ട് തന്നെ പോകണം. കാരണം നിങ്ങളെ വാഹനം നിങ്ങളാണ് ഓടിക്കുന്നത്. നിങ്ങളെ വാഹനം നിങ്ങളുടെ കണ്ണുകളാലാണ് ചലിപ്പിക്കപ്പെടുന്നത്. അപ്പൊ എന്തായാലും
ശ്രദ്ധിച്ചു പോയിട്ടില്ലെങ്കിൽ നാട്ടുകാർ നിങ്ങളുടെ ജീവൻ എടുക്കും. അതിൽ നിങ്ങൾ അവരെ കുറ്റം പറഞ്ഞിട്ടോ അവര് നിങ്ങളുടെ കുറ്റം പറയാൻ വന്നിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മളെ ഓരോ വാക്കും കൂടി നമ്മളിപ്പോ ശ്രദ്ധിച്ച് പറയണം എന്ന് പറഞ്ഞത്. റോഡിന്റെ കാര്യം പോലെ തന്നെയാണ് ഈ വാക്കുകളും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന പ്രശ്നം തന്നെയാണത്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അങ്ങനെ നമ്മള് 55 മൈലെത്തി. ഇവിടുന്ന് നേരെ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ തെയ്യോട്ടുചിറ എന്ന് പറയുന്ന ഒരു പള്ളിയിലേക്ക് എത്താം. നമ്മളൊക്കെ അവിടെ പോയിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടി എടുത്ത സമയത്ത് നമ്മൾ അവിടെയാണ് ആദ്യം ഉണ്ടായത്. അതുകൊണ്ട് മാത്രം അപകടങ്ങളൊന്നും വന്നിട്ടില്ല എന്നല്ല കേട്ടോ. പക്ഷെ വരാതിരിക്കട്ടെ. ഓരോ ആളുകൾക്കും, അതിപ്പോ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഓരോ ആൾക്കാർക്കും ഓരോ തരം വിശ്വാസമാണ്. അപ്പൊ ഞാൻ പറയട്ടെ, ഹിന്ദുക്കള് മുസ്ലിം പള്ളിയിൽ കയറി അവിടെ കയറല്ല, പുറത്ത് നിന്നിട്ട് അവരുടെ ആയ വിശ്വാസത്തില് പ്രാർത്ഥിക്കാറുണ്ട്. ഒരു മുസ്ലിം ഒരു ഹിന്ദു അമ്പലത്തിന്റെ പുറത്ത് നിന്നിട്ട് പ്രാർത്ഥിക്കണ പൈസ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഗുരുവായൂർ എന്ന് വേണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ ക്രിസ്ത്യൻ അവര് മുസ്ലിങ്ങളുടെ പള്ളിയിൽ പോയി പൈസ ഇടുന്നുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ വിശ്വാസമാണ് അത്. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാന് ആർക്കും സാധ്യമല്ല. അപ്പോ അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മൾ തന്നെ മുറുകെ പിടിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് നമ്മളൊക്കെ നിലം വിട്ട് പോണ ആൾക്കാരാണ്. നമ്മൾ ഇരുന്നിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ നടന്നിട്ടോ ഇരുന്നിട്ടോ കിടന്നിട്ടോ അല്ല. അപ്പൊ നമുക്ക് അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് കൂടി കിട്ടും. മെല്ലെ പോകുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മെല്ലെ പോകാനുള്ള വാഹനമാണെങ്കിൽ നിങ്ങൾ മെല്ലെ പോവുക. സ്പീഡ് പോവുകയാണെങ്കിൽ നിങ്ങൾ അപ്പുറത്തെ ട്രാക്ക് കയറുക. അതിന്റെ ആ ലെങ്സിനനുസരിച്ച് നിങ്ങൾ ഡ്രൈവിങ് ചെയ്യുക. തോന്നിയ പോലെ കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നിയ പോലെ വായൽ നാവ് നമുക്ക് കിട്ടിക്കോളുന്നില്ല. അപ്പൊ അതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരിക. അതാ മുന്നിലൊരു ഓട്ടോറിക്ഷ പോകുന്നുണ്ട്. അപ്പൊ ആ ഓട്ടോറിക്ഷ വലത്തോട്ട് പോകേണ്ട ഓട്ടോറിക്ഷയാണ്. അപ്പൊ അയാൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങളൊരു ഡ്രൈവർ ആണെങ്കിൽ, നിങ്ങൾ വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ ആണെങ്കിൽ എന്താണ് ഡ്രൈവിങ് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ വാഹനത്തിന് 10 അടി അകലം പാലിച്ചു പോവുക. അതെന്താ വെച്ച് കഴിഞ്ഞാല്, അവര് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തിരിയാന് പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇനിയിപ്പോ ഇൻഡിക്കേറ്റർ ഇട്ടില്ലെങ്കിലും ആ വാഹനത്തിന്റെ ചലനത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. നേരെ മറിച്ച് അടുപ്പിച്ച് നിങ്ങൾ അതിന്റെ ഇഞ്ചോടിഞ്ച് പോരാട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഹല്ലേലൂയ, അത്ര മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വേറെ ഒന്നും, നിങ്ങൾ സ്വർഗത്തിലേക്കായിരിക്കും, ചിലപ്പോൾ നരകത്തിലേക്കായിരിക്കും, എന്തോ നമുക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും നമ്മള് അപ്പൊ സമയപ്പോഴേ 4 മണി ആവാറായി. 4 മണി ആയിട്ടുണ്ടാവും. അപ്പൊ ഒരു അടാറ് ചായ കുടിച്ചു. അടാറ് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചായ കുടിക്കാതെ ഇപ്പോ നമുക്ക് എന്തോ ആ സമയത്ത് തന്നെ നമുക്ക് ചായ ഇടലിന് ഭയങ്കര പ്രശ്നം. അപ്പൊ ഇവിടെ വരുന്ന ആര്യമ്പാവിന്റെ കുറച്ച് അപ്പുറത്തുള്ള ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചു. കുഴപ്പമില്ല, നല്ല ചായ തന്നെയാണ്. അപ്പൊ അവിടുന്ന് ഉള്ളിവട ചോദിച്ചപ്പോ ഉള്ളിവട തന്നു. പക്ഷെ ഉള്ളിവടക്ക് എന്തോ ഒരു ഉറക്കം പോലെ, നന്നായിട്ട് ഉറങ്ങീനോ. അത് ഞാൻ പിന്നെ ചോദിച്ചില്ല. എന്തിനാ നമ്മൾ പിന്നെ ചോദിക്കേണ്ടത് എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയില്ല. അപ്പൊ എന്തായാലും നമ്മള് ഇനി മണ്ണാർക്കാടിക്ക് കുറച്ചും കൂടി ദൂരമുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് ജംഗ്ഷൻ എന്ന് പറഞ്ഞത് വട്ടമ്പലാണ്. വട്ടമ്പലം കഴിഞ്ഞാൽ ചുങ്കം കഴിഞ്ഞാൽ പിന്നെ കുന്തിപ്പുഴ കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മുടെ മണ്ണാർക്കാട് തന്നെ. ഇതൊക്കെ മണ്ണാർക്കാട് പോടും. അപ്പോൾ നമ്മുടെ മണ്ണാർക്കാടിൻ്റെ കാര്യങ്ങൾ ഇനി പറയാന്ന് വെച്ചാൽ മണ്ണാർക്കാട് എത്തിയിട്ട് പറയാൻ വെച്ചാണ്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നും കൂടി ഞാൻ ഇതിൽ ചോദിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയറും കൂടി ചെയ്യണം. എന്നിട്ട് അവരോടുകൂടി ഈ ദുരന്ത വീഡിയോ നിങ്ങൾ കാണാൻ പറയണം. അതെന്താ അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ ഭയങ്കര എന്താ പറയുക ദേഷ്യമാണ്. എന്തോ നമുക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം പറയട്ടെ. ഈ യാത്രയിൽ തന്നെ ഒരു കാര്യം പറയാം. ഇപ്പം രാവിലെ 7:30 മണിക്ക് പെരിന്തൽമണ്ണയ്ക്ക് ഓട്ടം പോകുന്നതാണ്. 7:30 മണിക്ക് നാട്ടിൽ നിന്ന് പോന്നിട്ട് ഇപ്പൊ സമയം
4:10 ഈ 4:10 വരെ ആയിട്ടും ഒരാള് പോലും എന്നെ ഓട്ടത്തിനായിട്ട് വിളിച്ചിട്ടില്ല. അത് മാത്രല്ലേ, അപ്പൊ നമ്മള് ഇപ്പൊ ഒരു ദിവസം നാട്ടിൽ നിന്ന് കാണാതായി കഴിഞ്ഞാൽ നമ്മുടെ സഹപ്രവർത്തകർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അവര് പോലും നമ്മളെ വിളിച്ചിട്ടില്ല. നീ എവിടെയാണ്, നീ ചത്തോ, അതോ ഈ ഏത് ഭാഗത്താണ് എന്നൊന്നും അവര് വിളിച്ച് ചോദിക്കേ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരാളെ ഇല്ലാതെ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് സന്തോഷമാണ്. അത് കുടുംബമായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, അവര് ചിന്തിക്കുന്ന കാര്യം കൂടി ഇതാണ്. അപ്പൊ എന്റെ നാട് നല്ലൊരു ഉദാഹരണം എന്നല്ലാട്ടോ. ഞാൻ മനസ്സിലാക്കിയൊരു പോയിന്റ് ഇതാണ്. കാരണം ഞാൻ ഇല്ലാതെ ചിലപ്പോ അവര് ഇന്റെ ഓട്ടം കൂടി ഓടുന്നുണ്ടാവും. ചിലപ്പോ അതായിരിക്കാനാണ് ചാൻസ്. അല്ലാതെ ഇപ്പൊ അവര് നമ്മളിപ്പോ വലിയ കൊലപാതകം ചെയ്യേ, അല്ലെങ്കിൽ വല്ല പീഡന കേസ് പോയിട്ട് പ്രതിയാവേ, അല്ലെങ്കിൽ രാജ്യദ്രോഹത്തിന് നമ്മൾ കുറ്റം ചെയ്യേ ഒന്നും നമ്മള് രാവിലെ വണ്ടി എടുക്കണു, വൈകുന്നേരം വരെ വണ്ടി ഓടണു, ഈ ഒരു തെറ്റ് മാത്രമേ ചെയ്യണുള്ളൂ. പിന്നെ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതിപ്പോ അവര് കാരണം പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല്, എന്റെ സ്വഭാവം ശരിയല്ല എന്നാ പറഞ്ഞത്. എന്റെ സ്വഭാവം ശരിയല്ല എന്ന് പറയുമ്പോ ഞാൻ ഈ പറഞ്ഞ കേസുകളിലൊന്നും പോയി പെട്ടിട്ടില്ല. എന്നാ ഇവരൊക്കെ ഈ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ പല കേസിലും പ്രതികളാണ്. അതിപ്പോ പ്രതികളാണെന്ന് പറയുമ്പോ പോലീസ് കേസിന്റെ കാര്യത്തിലല്ല കേട്ടോ, തമാശ രൂപേണ പറയുമ്പോ അവര് പ്രതികളാണ്. അപ്പൊ നമ്മൾ ഈ കേസിലൊന്നും പോയിട്ടില്ലേ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കൂടെ ഒറ്റപ്പെടുത്തുക. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം തന്നെ പറയാം. സർക്കാർ അല്ലെങ്കിൽ ജനങ്ങള് അല്ലെങ്കിൽ മീഡിയക്കാര് ഒരു ആളെ കൂടെ ഇല്ലാതെയാക്കുക. എന്നിട്ട് അവര് എന്താണ് നേടുന്നത്? നമുക്കിപ്പോ എല്ലാരും വേണം, എല്ലാരും ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരാൾ ഒറ്റയ്ക്ക് മാത്രം മുന്നോട്ട് പോകാൻ കഴിയുമോ? കഴിയില്ല. ഇപ്പൊ വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വണ്ടിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്? ആദ്യം വേണ്ടത് നല്ല ടയറാണ്. അതിനുശേഷം നമുക്ക് വേണ്ട ഡ്രൈവിംഗ് അറിയണം, പിന്നെ നല്ല റോഡ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ, അപ്പോ എല്ലാവരും ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. അല്ലാതെ ഒരാളെ ഇല്ലാതെയാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരാളെ കൊലപാതകം ചെയ്തിട്ട്, ഒരാളെ എന്താ പറയാ ആവശ്യമില്ലാത്ത കേസിൽ ഉൾപ്പെടുത്തിയിട്ട് വലിയ ആളാവാൻ ചമയണ ഒരു രീതിയാണ് നമ്മുടെ നാട്. അപ്പൊ ഞാനിപ്പോ എന്റെ ഒരു വിഷമം പറഞ്ഞു എന്നുള്ളൂ, അല്ലാതെ ഇപ്പൊ അതിലിപ്പോ ഒരാളെയും കുറ്റപ്പെടുത്തി പറയല്ല. ഓരോ മനുഷ്യനും വിഷമത്തോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോ ആ വിഷമങ്ങളൊന്നും ആരും മനസ്സിലാക്കാനും വരില്ല, അത് ചോദിക്കാനും വരില്ല, അത് അറിയാനും ശ്രമിക്കില്ല. അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ഓരോ മനുഷ്യനും ഒറ്റപ്പെട്ട് യാത്ര ചെയ്യുന്നത്, ഓരോ ആൾക്കാരെ വിട്ടുപോണത്. ഇതിപ്പോ ഞാനിപ്പോ എന്റെ നാട്ടുകാർക്ക് വേണ്ടി എടുക്കുന്ന വീഡിയോ ഒന്നല്ല കേട്ടോ, നമ്മളിങ്ങനെ പോകുമ്പോ പറഞ്ഞു പോവാന്ന് മാത്രം. എന്തായാലും ഇപ്പൊ ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു യാത്ര എനിക്ക് തന്നു. അപ്പോ ആ ഒരു യാത്ര ഞാൻ അതിലൂടെ മാത്രം ഇങ്ങനെ പറയാന്ന് മാത്രം. അല്ല അപ്പൊ ഞാനിപ്പോ ഒരു ആളെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ ഒന്നിനും ഞാൻ വരുന്നില്ല. നമ്മൾ രാവിലെ എണീക്കണോ, നമ്മൾ രാവിലെ പണിക്ക് പോകണോ, ഭക്ഷണം കഴിക്കണോ, അത്ര തന്നെ ഉള്ളൂ. പിന്നെ കിടന്നുറങ്ങണോ. പിന്നെ ഇപ്പൊ ഇതിലിപ്പോ സംസാരങ്ങള് നമുക്ക് പറ്റാത്ത രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ, അല്ലെ നമ്മുടെ ആൾക്കാരെ കൂട്ടത്തിന്റെ ഇടയിൽ വെച്ചിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ പ്രതികരിക്കില്ലേ? ഇപ്പൊ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, അള മുട്ടിയാ ചേരയും കടിക്കും. അതിപ്പോ ആ ചേരക്ക് വേദനിച്ചു കഴിഞ്ഞാൽ ചേര കടിക്കില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ അവര് പറയണൊക്കെ തമാശ, നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ കാര്യത്തിലാ പറയണെന്ന് പറയും. അപ്പൊ അങ്ങനെ നമ്മള് പറഞ്ഞിട്ട് നമ്മുടെ നാട് മണ്ണാർക്കാടേക്ക് എത്തി. മണ്ണാർക്കാടേക്ക് എത്തി എന്ന് മാത്രമല്ല, ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കര സംഭവമാവും. പക്ഷെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോഴേ നമ്മളിപ്പോ നമ്മുടെ നാട്ടിലാണ്. അപ്പൊ ഇപ്പൊ പെരിന്തൽമണ്ണനെ കുറ്റം പറഞ്ഞ് ശരിക്കും ഇവിടെ എത്തിയപ്പോ എന്താ പറയാ, അപ്പൊ പെരിന്തൽമണ്ണനെയാണ് നമ്മൾ കുറ്റം പറയാ, മണ്ണാർക്കാടിനെയാണ് കുറ്റം പറയാന്ന് ഒരു അന്തവും കിട്ടണില്ല. എന്താളേ, ഒന്നാമത് എന്താ അറിയോ, ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ് നമ്മുടെ ഈ കോടതിപ്പടി ജംഗ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോ
അവർക്ക് പോവാനുള്ള ഒരു എന്താ പറയാ സാങ്കേതികമായിട്ടുള്ള പ്രശ്നത്തിലാണ്. ട്രാഫിക് പോലീസുകാരൊക്കെ ഈ വെയിൽ കൊണ്ടിട്ട് ഞാനൊന്നും ശരിക്കും പറഞ്ഞ വെയിൽ കൊണ്ട് പണിയിരിക്കില്ല എന്തായാലും. താങ്ക് യു. അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ നാടെത്തി. എന്താല്ലേ പറയാ, ആലോചിച്ചോക്കെ ചെയ്യും. നമ്മള് നമ്മുടെ സൈഡ് കൂടെ കറക്റ്റായിട്ട് പോകുമ്പോ ഇവരോടൊക്കെ പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, പിന്നെ ബ്ലോക്ക് കൂടുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഡ്രൈവർമാരെയൊക്കെ നമ്മള് പിന്നെ എന്താ പറയാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ പിന്നെ എന്നും ബ്ലോക്കാണ്, എന്നും ബ്ലോക്ക്. കാരണം അത് ഇവിടുത്തെ ട്രാഫിക്കിന്റെ പോലീസുകാരെ നമ്മൾ കുറ്റം കണ്ടിട്ട് കാര്യമില്ല. കാരണം അവര് നിർദ്ദേശം കൊടുക്കണ ആ നിർദ്ദേശം കൂടി ഇവര് പാലിക്കുന്നില്ല. അതാണ് ഈ ട്രാഫിക്കിന്റെ ബ്ലോക്ക് ഇത്ര വരുന്നത്. കാരണം 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ ഇങ്ങോട്ട് കയറ്റി നിർത്തിയാല് പിന്നെ എങ്ങനെ മറ്റുള്ള വണ്ടികൾ പോകും? കാരണം ആ സൈഡും ഈ സൈഡും പാർക്കിംഗ് അല്ലാത്ത സ്ഥലത്തും കൂടി ഇവിടെ പാർക്കിംഗ് ആണ്. എന്നാ ഇതിനേക്കാൾ നല്ല പെരിന്തൽമണ്ണയാണ് മറ്റോ. എന്താ ചെയ്യാ, ഇതാണ് ഇവിടുത്തെ വികസനം. ആദ്യം നല്ല രീതിയിൽ ഒന്നാമത് ഈ ഡ്രൈവർമാർക്കും അതേപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഒരു ബോധവൽക്കരണം കൊടുക്കുക. എന്നിട്ട് അത് അവര് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ നല്ല ഫൈന് കൊടുക്കുക. അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ പിന്നെ നമ്മൾ ഈ നിയമത്തെ പേടിയില്ല. അതായത് ശരിക്കും ചെയ്യേണ്ടത് എന്തോ ചെയ്യാം. ദുബായില് അബുദാബിയിലൊക്കെ അവിടെ ഡ്രൈവർമാര് 1 വട്ടം അല്ലെങ്കിൽ 2 വട്ടം 3 വട്ടം ഒക്കെ ഡ്രൈവിങ്ങിന്റെ റോഡിന്റെ മര്യാദകൾ പാലിക്കാതെ പോയി കഴിഞ്ഞാൽ അവിടെ ലൈസൻസില് ബ്ലാക്ക് പോയിന്റ് ഇടൂത്രേ. ഇത് ഒന്നാമത്തെ കാര്യം. സീബ്ര ലൈനില് നമ്മൾ ഇവിടെയാണ് നിർത്തി കൊടുക്കേണ്ടത്. അവര് പോയിട്ട് പോയാൽ മതി.